അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്ന പോപ്പ് മൊബൈൽ ഇനി ഗാസയിലെ ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങൾക്കാണ് സ്വന്തം. പോപ്പ് മൊബൈൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള ആരോഗ്യരക്ഷാ കേന്ദ്രമായി മാറ്റണമെന്നത് മാർപ്പാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിലൊന്നായിരുന്നുവെന്നാണ് വത്തിക്കാന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നത്. മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ സംരംഭം കത്തോലിക്ക സഹായ സംഘടനയായിട്ടുള്ള കാരിത്താസ് ജെറുസലേമിനെ ഏൽപ്പിച്ചിരുന്നുവെന്നും വത്തിക്കാൻ ന്യൂസ് വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ പരമ്പരാഗത പോപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലും വിട്ടായിരുന്നു നിന്നിരുന്നത്. അടച്ചിട്ട ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന മുൻഗാമികളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായി അദ്ദേഹം ലളിതമായ കാറുകളാണ് കൂടുതലും തെരഞ്ഞെടുത്തിരുന്നതും. ജനക്കൂട്ടത്തിനിടയിൽ കാൽനടയായി പോകാനും അതുപോലെ വത്തിക്കാനിൽ ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ചുറ്റി നടക്കാനും അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുകയായിരുന്നു. ശരിക്കും പുനർനിർമ്മിക്കുന്ന പോപ്പ് മൊബൈലിൽ രോഗനിർണയം, പരിശോധന, ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ വളരെയധികം ഉണ്ടായിരിക്കും. ഒപ്പം അണുബാധ കണ്ടെത്താനുള്ള ദ്രുത പരിശോധനകൾ, രോഗനിർണയ ഉപകരണങ്ങൾ, അതുപോലെ വാക്സിനുകൾ, തുന്നൽ കിറ്റുകൾ, മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ കാര്യമായി ഉൾപ്പെടുന്നുണ്ട്. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെയുള്ളവർ ക്ലിനിക് ഗാസയിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഇത് വെറും വാഹനമല്ല. ഗാസയിലെ കുട്ടികളെക്കുറിച്ച് ലോകം മറന്നിട്ടില്ലെന്ന സന്ദേശം കൂടിയാണ് കാരിത്താസ് സ്വീഡന്റെ സെക്രട്ടറി ജനറൽ പീറ്റർ ബ്രൂൺ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ആശുപത്രികൾ ഒന്നാകെ തകർക്കപ്പെടുകയും മരുന്നോ സർജിക്കൽ ഉപകരണങ്ങളോ ഇസ്രയേൽ ഗാസയിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി പോപ്പ് മൊബൈലിന് വളരെയധികം പ്രസക്തിയാണ് കൂടുതലും നിലനിൽക്കുന്നത്. കൂടാതെ മാർപ്പാപ്പ പൊതുജനങ്ങളെ കൂടുതൽ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കൂടിയാണ് പോപ്പ് മൊബൈൽ എന്നത്.